മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റോ മിൽക്ക്, അതായത് നമ്മൾ പാസ്ചറൈസ് ചെയ്യാതെ നമ്മൾ ഫ്രഷ്ലി കളക്ട് ചെയ്തിട്ടുള്ള മിൽക്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടാമിനേഷൻ ഉണ്ടാവാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ്, അതായത് ഇപ്പം മിൽക്കിങ്ങിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത്, ഇങ്ങനെ ഏതൊരു ഘട്ടത്തിലും എന്ത് സംഭവിക്കാം? റോ മിൽക്ക് കണ്ടാമിനേഷൻ സംഭവിക്കാം. കണ്ടാമിനേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തു നിന്നുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ബാക്ടീരിയ തന്നെയല്ല, ബാക്ടീരിയയോ ഫംഗസോ വൈറസോ എന്ത് വേണമെങ്കിലും മിൽക്കിലേക്ക് കടന്നുകൂടാം. എന്നിട്ട് ആ മിൽക്കിൽ അവർക്കിരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് കോമൺ മൈക്രോബിയൽ കണ്ടാമിനൻസ് എന്നും, അതുപോലെ തന്നെ അത് എവിടെ നിന്നൊക്കെയാണ്, വിച്ച് ഇസ് ദർ സോഴ്സസ്, ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്, അത് എവിടെ നിന്നൊക്കെയാണ് അവർക്ക് ഈ മിൽക്കിൽ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആവുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്, അല്ലേ? അപ്പം ഈ ഹൈലി ന്യൂട്രീഷ്യസ് ലിക്വിഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതിനകത്ത് മൈക്രോബ്സ് ഗ്രോ ചെയ്യാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കൂടുതലായിരിക്കും, അല്ലെ? ഈ ബാക്ടീരിയാസിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഈ ഹൈലി ന്യൂട്രീഷ്യസ് മീഡിയം ആയതുകൊണ്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ മൈക്രോബ്സ് കൂടുതലായിട്ട് അവിടെ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എവിടെ നിന്നൊക്കെയാണ് കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടാമിനേഷൻ ഉണ്ടാവും. അതായത് ആനിമലിൽ നിന്ന് തന്നെ കണ്ടാമിനേഷൻ ഉണ്ടാവും. ലൈക്ക് അപ്പം ആനിമലിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ആനിമലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മിൽക്ക് ഓൾറെഡി കണ്ടാമിനേറ്റഡ് ആയിരിക്കും, അല്ലെ? അതല്ല പുറത്ത് അവരുടെ അഡറിൽ, ആ ഏരിയാസിൽ അല്ലെങ്കിൽ ഫ്ലാങ്ക് ഏരിയാസിലൊക്കെ എന്തെങ്കിലും ഓർഗാനിസംസ് ലൈക്ക് അവരുടെ നോർമൽ ഫ്ലോറ വരെ നമുക്ക് മിൽക്ക് കണ്ടാമിനേഷൻ കോസ് ചെയ്യാം. പിന്നെ എൻവയോൺമെന്റ്, നമുക്കറിയാം ഈ പശു അങ്ങനെയുള്ള മിൽക്കിംഗ് ആനിമൽസ്, ഗോട്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഗ്രോ ചെയ്യുമ്പോൾ, അല്ല അവരൊക്കെ വളരുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദേ ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സോയിൽ, അതുപോലെ തന്നെ ഗ്രാസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. സോ അവിടെയൊക്കെ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രിവലൻസ് വിൽ ബി ഹൈ, വെരി ഹൈ, അല്ലേ? അപ്പം എൻവയോൺമെന്റ് ഒരു ഫാക്ടർ ആവാം. അനദർ ഫാക്ടർ ഇസ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മിൽക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്, അപ്പം പിന്നെ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, മിൽക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടാമിനേറ്റഡ് ആവാം. അതുപോലെ തന്നെ മിൽക്ക് ഹാൻഡ്ലേഴ്സ്, അവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ നോർമൽ ഫ്ലോറ, അല്ലെങ്കിൽ ദേ മേ ബി കാരിയേഴ്സ് ഓഫ് ഡിഫറെന്റ് പാത്തോജൻസ്, അപ്പൊ അങ്ങനെയും കണ്ടാമിനേഷൻ ഉണ്ടാവാം. ദെൻ ഓഫ് കോഴ്സ് വാട്ടറിൽ നിന്നാവാം, എയറിൽ നിന്നാവാം, ആൻഡ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും ഈ പറയുന്ന കണ്ടാമിനേഷൻ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ക്ലാസ്സിൽ. ഓക്കെ, ദെൻ ഈ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്? അതായത് ഈ മിൽക്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മിൽക്കിന്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ അതിന്റെ ഷെൽഫ് ലൈഫ് അഫക്റ്റ് ചെയ്യും, പെട്ടെന്ന് ചീത്തയായി പോകും. അതുപോലെ തന്നെ ടേസ്റ്റ് ഓൾട്ടർ ആവും, ദെൻ അതുപോലെ തന്നെ പ്രോസസ്സിങ് ക്വാളിറ്റി ഓൾട്ടർ ആവും, ആൻഡ് സംടൈംസ് ഇറ്റ് മേ കോസ് ഡിസീസസ്, അല്ലേ? ലൈക്ക് ഇപ്പം ചിലപ്പോൾ മിൽക്കിൽ കോക്സിയല്ല ബാർണറ്റി പോലെയുള്ള പത്തോജൻസ് ഗ്രോ ചെയ്തിട്ട് മനുഷ്യർക്ക് അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വരെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ മിൽക്കിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് ഇസ് റോ മിൽക്ക്. റോ മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഫ്രഷ്ലി ടേക്ക് ചെയ്ത മിൽക്കിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലാത്ത നമ്മൾ മിൽക്കിനെയാണ് നമ്മൾ റോ മിൽക്ക് എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള മിൽക്കിനെയാണ് നമ്മൾ റോ മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, then second one is microbial contamination. Microbial contamination എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് മിൽക്കിൽ എൻ്റർ ചെയ്യുകയും അതിലിരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആ മിൽക്കിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then contaminants എന്ന് പറഞ്ഞാൽ എന്താണ്? contaminants എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, പ്രോട്ടോസോവൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ ഈ കണ്ടാമിനൻസ് പല ടൈപ്പ് ഉണ്ട്. ലൈക്ക് ഹാംലെസ് കണ്ടാമിനൻസ്, അതായത് മിൽക്കിൽ പ്രസന്റ് ആയിരിക്കും, പക്ഷേ എങ്കിൽ ഡസ് നോട്ട് കോസ് എനി ചേഞ്ച്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. അങ്ങനെയുള്ളവരെ ഹാംലെസ് കണ്ടാമിനൻസ് എന്ന് പറയും.
സ്പോയിലേജ് കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ചീത്തയാക്കുന്നത്. ലൈക്ക് നമ്മൾ മിൽക്ക് ചിലപ്പോൾ തിളപ്പിക്കുമ്പോൾ ഒക്കെ അഴുക്കായി പോകത്തില്ലേ, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ മിൽക്കിന്റെ റോപ്പ്നെസ്, അങ്ങനെ മിൽക്ക് പുളിച്ചു പോവുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സ്പോയിലേജ് കണ്ടാമിനൻസ്. ദെൻ ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദ പത്തോജനിക് മൈക്രോ ഓർഗാനിസം. പത്തോജനിക് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻസിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് കോമൺ ആയിട്ട് റോ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നോക്കാം. റോ മിൽക്കിലാണ് കേട്ടോ. പാസ്ചറൈസ്ഡ് മിൽക്ക് ആകുമ്പോൾ ഇതിന്റെ ലെവലൊക്കെ കുറയും, ഹീറ്റ് ലബൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ ഡിസ്ട്രോയിഡ് ആയി പോകും. സോ റോ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, പ്രിഡോമിനന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇസ് ആൽക്കലൈ ഫോമിംഗ് ബാക്ടീരിയ. First is alkali forming bacteria. 1 second. Okay. Alkali forming bacteria എന്ന് പറയുമ്പോൾ അവര് മിൽക്കിനെ ആൽക്കലൈൻ ആക്കി മാറ്റും. ഓക്കെ, ലൈക്ക് ഇപ്പൊ കേർഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ ആസിഡിക് ആക്കിയാ മാറ്റുന്നത്. അതുപോലെ തന്നെ ആൽക്കലൈ ഫോമിംഗ് ബാക്ടീരിയ ആണ് മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ളത് എങ്കിൽ ദ മിൽക്ക് വിൽ ടേൺ ആൽക്കലൈൻ. ഓക്കെ, അപ്പം ഈ ആൽക്കലൈൻ ഫോമിംഗ് ബാക്ടീരിയാസ് ആർ നോർമലി എയ്റോബിക് ആണ്, അതുപോലെ തന്നെ സ്പോർ ഫോമിംഗ് ബാസിലേസ് ആണ്. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ആൽക്കലിജൻസ് പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ആൽക്കലൈ ഫോമിംഗ് ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആൽക്കലിജൻ സ്പീഷീസ്, അതുപോലെ തന്നെ എക്രോമോബാക്ടർ സ്പീഷീസ്. ഓക്കെ, അപ്പം ആൽക്കലൈ ഫോമിംഗ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് റെൻഡേഴ്സ് ദ മിൽക്ക് alkaline. It is an aerobic spore forming bacilli and examples are alkaligen species and Achromobacter. Okay, second one is proteolytic bacteria. Proteolytic bacteria എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർക്ക് പ്രോട്ടിയോലൈറ്റിക്, ആ ബാക്ടീരിയാസ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? പ്രോട്ടീനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീനെയൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? മിൽക്കിന് ആ ഒരു മിൽക്ക് അഴുക്കാക്കുക, ലൈക്ക് പുട്രിഫാക്ഷൻ, അതുപോലെ തന്നെ ബിറ്റർനെസ് കോസ് ചെയ്യുക. മിൽക്ക് പെട്ടെന്ന് കേടായി പോകാനായിട്ട് കാരണമാവുന്നതാണ് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയാസ്. ഓക്കെ, അപ്പൊ പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ദേ പ്രൊഡ്യൂസ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്. Okay, hence they cause bitterness and putrefaction. Then examples are Bacillus subtilis, Proteus vulgaris, Pseudomonas, Staphylococcus, Micrococci. ഇതിന്റെ എല്ലാ സ്പീഷീസും ഒന്നും ഇല്ല, ചില സ്പീഷീസ് മാത്രമാണ് ഈ പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയാസിന്റെ ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടെണ്ണമാണ് പഠിച്ചത്. ഏതൊക്കെ പഠിച്ചു? ഇപ്പോൾ ആൽക്കലൈ ഫോമിംഗ് ബാക്ടീരിയാസും പഠിച്ചു, അതുപോലെ തന്നെ പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയാസും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്യാസ് ഫോമിംഗ് ബാക്ടീരിയ. എപ്പോഴാണ് ഗ്യാസ് ഫോം ചെയ്യുന്നത്? ബാക്ടീരിയ യൂഷ്വലി ഗ്യാസ് എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവർ ഇപ്പം ചില ബാക്ടീരിയാസിന് ലൈക്ക് ഷുഗേഴ്സിനെ ഫെർമെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ ലാക്ടോബാസിലെ അല്ലെങ്കിൽ ഈക്കോളൈ, നോർമലി നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഈക്കോളൈ, ഇവരൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഷുഗർ ഫോർ എക്സാമ്പിൾ ലാക്ടോസ് എന്ന് പറയുന്ന ഷുഗറിനെ ഫെർമെന്റ് ചെയ്യും. ഓക്കെ, അവർ ഗ്രോ ചെയ്യുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ അതിനെ ഫെർമെന്റ് ചെയ്തിട്ട് അതിനെ ലാക്ടിക് ആസിഡ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഈ ലാക്ടിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ അവിടെ എന്ത് പറ്റും? മിൽക്കിൽ ആസിഡിറ്റി കൂടും. ആൻഡ് അതുപോലെ തന്നെ ഈ ബാക്ടീരിയാസിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ആസിഡ് ഫോം ചെയ്യുന്നതിന്റെ കൂടെ ഗ്യാസും കൂടെ ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയാസ് ആണ് ഗ്യാസ് ഫോമിംഗ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ആൻഡ് അവര് ഗ്യാസ് ഫോം ചെയ്യുന്നതിന്റെ കൂടെ ആസിഡും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഗ്യാസ് ഫോമിംഗ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ആസിഡ് ആൻഡ് ഗ്യാസ് വിച്ച് റിസൾട്ട് ഇൻ ദ സ്പോയിലേജ് ഓഫ് മിൽക്ക്. മിൽക്ക് അഴുക്കാവാനായിട്ട് അത് കാരണമാവുന്നുണ്ട്. എക്സാമ്പിൾസ് ആർ കോളിഫോം ബാസിലൈ ആൻഡ് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്കം ആണ് ഗ്യാസ് ഫോമിംഗ് ബാക്ടീരിയയുടെ എക്സാമ്പിൾസ്. ഓക്കെ, അത് ഈ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന ഒരു അനഎറോബിക് ഓർഗാനിസം കൂടിയാണ്. ഓക്കെ, അപ്പൊ ഗ്യാസ് ഫോമിംഗ് ബാക്ടീരിയാസ് മനസ്സിലായി. നെക്സ്റ്റ് ഇസ് ആസിഡ് ഫോമിംഗ് ബാക്ടീരിയ. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്, ലാക്ടോസ് ഫെർമെന്റ് ചെയ്യും. ചില ബാക്ടീരിയാസ് ലാക്ടോസ്, മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്തത് ആസിഡ് ആക്കി മാറ്റും. ദാറ്റ് ഇസ് ലാക്ടിക് ആസിഡ്. ആൻഡ് എന്ത് സംഭവിക്കും?
മിൽക്ക് തൈരായിട്ട് മാറും അല്ലെ, കേർഡായിട്ട് മാറും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. And examples are Streptococcus lactis, Streptococcus faecalis, Lactobacilli, and lacto-acid bacteria. And actually these lactobacilli ഒക്കെ നമ്മൾ മെയിൻലി ഫെർമെന്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്. അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടിസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ദേ ആർ ഗുഡ് ബാക്ടീരിയാസ്. ബട്ട് റോ മിൽക്കിൽ അത് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പാല് നമ്മൾ പാലായിട്ട് കിട്ടേണ്ടതിന് പകരം തൈരായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഗ്യാസ് ഫോമിംഗ് ബാക്ടീരിയ പറഞ്ഞു, ആസിഡ് ഫോമിംഗ് ബാക്ടീരിയ പറഞ്ഞു. ആദ്യം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ആൽക്കലൈ ഫോമിംഗ് ബാക്ടീരിയ, അതുപോലെ തന്നെ പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയാസ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? നെക്സ്റ്റ് pathogenic organism that is present in milk. മിൽക്കിൽ പൊതുവെ കാണാറുള്ള pathogenic micro organism. ആൻഡ് ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഓർഗാനിസംസും വരാം. പക്ഷേങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരാറുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴ്സീനിയ എൻട്രോകോളൈറ്റിക്ക, മെയിൻലി ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. ബാസിലസ് സീരിയസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ റൈസ് ഐറ്റംസിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള മിൽക്കിലും ചിലപ്പോൾ കണ്ടാമിനേഷൻ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഡയറിജനിക് ആവാറുണ്ട്. ഓക്കെ, സാൽമണല്ല സ്പീഷീസ് ഓഫ് കോഴ്സ് നമുക്കറിയാം. സാൽമണല്ലയുടെ പല സ്പീഷീസ്, അത് ടൈഫോയിഡൽ ആവാം, നോൺ ടൈഫോയിഡൽ ആവാം, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഒക്കെ കോസ് ചെയ്യാം. ദെൻ Campylobacter jejuni, which is also a zoonotic infection. Zoonotic infection is an important agent. Campylobacter jejuni. Then Listeria monocytogenes, which can actually survive cold environment. It's a psychotropic bacteria. Bacteria Listeria monocytogenes. Refrigeration okay. Then E. coli O157H7 serotype മിൽക്കിൽ കാണാറുണ്ട്. ആൻഡ് അതുവഴി നമുക്ക് ഡയറിയ ഒക്കെ കോസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ മിൽക്ക്. ഓക്കെ, നെക്സ്റ്റ് ബാക്ടീരിയാസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത് കൂടാതെ ചില ഫംഗിയും എവിടെ കാണാറുണ്ട്? നമ്മുടെ മിൽക്കിൽ കാണാറുണ്ട്. ലൈക്ക് ആസ്പെർജില്ലസ്, പെനിസിലിയം, ഫ്യൂസേറിയം, ഇവർക്കെല്ലാം മിൽക്കിലും മിൽക്ക് പ്രോഡക്ട്സിലും ഒക്കെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. And on favorable condition, these molds can produce mycotoxins which can lead to health hazards. Like Aspergillus flavus എന്ന് പറയുന്ന സ്പീഷീസ് അഫ്ലടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ ഫംഗിക്കൊക്കെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? ടോക്സിൻ ഇരുന്നുണ്ടാക്കും. അപ്പോൾ ഈ ടോക്സിൻ ഇരുന്നുണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മിൽക്ക് കണ്ടാമിനേറ്റഡ് ആവും. ആൻഡ് അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ സീരിയസ് എഫക്ട്സ് ആണ്, ബാക്ടീരിയ ഉണ്ടാക്കുന്നതിലും സീരിയസ് എഫക്ട്സ് ആണ് ഈ ഫംഗൽ ടോക്സിൻസ് അല്ലെങ്കിൽ മൈക്കോടോക്സിൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫിസേറിയം ഉണ്ടാക്കുന്ന ഒരു ടോക്സിൻ ആണ് ഒക്രാടോക്സിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. അതുപോലെ തന്നെ ആസ്പെർജില്ലസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഹെപ്പാറ്റോ കാർസിനോജനിക് ടോക്സിൻ ആണ്. അത് ലിവർ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ കഴിവുള്ള ടോക്സിൻസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബട്ട് ആക്ച്വലി ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വളരെ റെയർ ആണ്. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പാസ്ചറൈസേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ കളക്ഷൻ ഒക്കെ പ്രോപ്പർ ആയി മിൽക്ക് കളക്ഷൻ ഒക്കെ പ്രോപ്പർ ആയതുകൊണ്ടും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര കുറവായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ, എവിടെ നിന്നൊക്കെയാണ് കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ അത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫാം, അതായത് മിൽക്ക് പശുവിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പശു എവിടെയാണോ ഉള്ളത് ആ ഏരിയയിൽ നിന്ന് കണ്ടാമിനേഷൻ കിട്ടാം. ഓക്കെ, അപ്പം നമുക്ക് നാച്ചുറലി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൗ ആണ്, ലൈക്ക് പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു കൗ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മിൽക്ക് എന്ന് പറയുന്നത് വിൽ ബി നിയർലി സ്റ്റെറൈൽ. കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി 99% അത് സ്റ്റെറൈൽ ആവാനാണ് ചാൻസ്. പക്ഷേ ഈ മിൽക്കിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇത് പാല് ചുരന്നു കഴിഞ്ഞ ഉടനെയോ എന്ത് സംഭവിക്കാം? കണ്ടാമിനേഷൻ നടക്കാം. ഓക്കെ, ആൻഡ് ഇത് മെയിൻലി ഫ്രം ദ അഡർ അതായത് പാലെടുക്കുന്നതിന്റെ തൊട്ട് പുറമേ ഉള്ള ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ഫ്ലാങ്ക് ഏരിയ, അതിന്റെ ആ വയറിന്റെ ആ ഭാഗത്ത് നിന്നോ എവിടെന്നെങ്കിലും ഒക്കെ എന്ത് വരാം? കണ്ടാമിനേഷൻ ഉണ്ടാവാം. അത് ആക്ച്വലി നോർമൽ ആണ്.
ഓക്കെ, കാരണം അത്ര സ്റ്റെറൈൽ ആയിട്ട് നമുക്ക് ഈ മിൽക്ക് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ലൈക്ക് മാനുവർ, അതുപോലെ തന്നെ സോയിൽ, വാട്ടർ, ഇവിടെയുള്ള എല്ലാ ബാക്ടീരിയാസും ഈ സോഴ്സിൽ നിന്ന് എൻട്രി ചെയ്യാം. അതായത് ഈ അഡർ അവർ നമുക്കറിയാം പശുവൊക്കെ വെറുതെ നിലത്തിങ്ങനെ കിടക്കുമായിരിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ സോയിലും മാനുവറും വാട്ടറിൽ നിന്നൊക്കെയുള്ള ബാക്ടീരിയാസ് ഈ അഡറിലൊക്കെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അതുവഴിയായിരിക്കും ഈ മിൽക്കിൽ മെയിൻലി കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നോർമലി ഒരു റോ മിൽക്കിനകത്ത് അപ്രോക്സിമേറ്റ്ലി 10⁻³ മൈക്രോ ഓർഗാനിസംസ് പെർ ml എങ്കിലും കാണും എന്നാണ് പറയുന്നത്. അതല്ലാതെ നമ്മൾ സ്റ്റെറൈൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, മിൽക്ക് ആ കൗവിനുള്ളിലിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി നിയർ ടു സ്റ്റെറൈൽ ആണ്. പക്ഷേങ്കിൽ മിൽക്ക് പുറത്തെത്തി അത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ഏകദേശം 10⁻³ മൈക്രോ ഓർഗാനിസം, അതായത് 1000 മൈക്രോ ഓർഗാനിസംസ്, ഒരു ml 1000 മൈക്രോ ഓർഗാനിസം എങ്കിലും കാണാം. ഓക്കെ, ആൻഡ് ഈ ഞാൻ പറഞ്ഞു ഈ ഹെൽത്തി അഡർ എന്ന് പറയുന്നത് നിയർലി സ്റ്റെറൈൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ചിലപ്പോൾ അതിനകത്ത് എന്ത് കാണും, ബാക്ടീരിയാസ് ഉണ്ടാവും. ലൈക്ക് ഈ കൗവിന്റെ ചിലപ്പോൾ ഉള്ള നോർമൽ ഫ്ലോറാസ് ഒക്കെ ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾസ് ആണ് മൈക്രോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, ഒറേനി ബാക്ടീരിയം, ഇങ്ങനെയുള്ളവരൊക്കെ ഈ നോർമലി ഈ മിൽക്കിൽ മിക്കവാറും കാണാറുള്ളതാണ്. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി ഈ കൗവിന് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് മാസ്റ്റൈറ്റിസ്, അതായത് ബ്രസ്റ്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പല ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് അത് കോസ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് അഗാലക്റ്റിയെ, അതുപോലെ തന്നെ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, അതുപോലെ കോളിഫോംസ് ലൈക്ക് ഈക്കോളൈ, അതുപോലെ തന്നെ ക്ലെബ്ഷിയെല്ല പോലെയുള്ള കോളിഫോം ബാക്ടീരിയാസ്, അതുപോലെ സ്യൂഡോമോണസ് ഒക്കെ ഹൈ നമ്പേഴ്സിൽ അവരുടെ മിൽക്കിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, എപ്പോഴാണ് കൗവിന് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, കൗവിന് മാസ്റ്റൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗാനിസംസ് ഹൈ നമ്പേഴ്സിൽ മിൽക്ക് വഴി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടാം. Then second one is contaminants from animal feed, soil, water. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ആനിമൽ ഫീഡ്സിൽ നിന്നാവാം, അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് തന്നെ ആവാം, അതുപോലെ സോയില്, വാട്ടറിൽ നിന്നൊക്കെ കണ്ടാമിനേഷൻ വരാം, മിൽക്കിൽ എത്താം. അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത് ലാക്ടിക് ആസിഡ് ബാസിലൈ ഉണ്ട്, അതുപോലെ തന്നെ കോളിഫോംസ് ഉണ്ട്, സ്റ്റഫൈലോകോക്കസ് ഉണ്ട്, ബാസിലസ് ഉണ്ട്, ക്ലോസ്ട്രീഡിയം സ്പോർസ് പ്രസന്റ് ആയിരിക്കും. ഈ ക്ലോസ്ട്രീഡിയം സ്പോർസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് വെരി ഹൈലി ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് ആൻഡ് പാസ്ചറൈസേഷൻ ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്ലോസ്ട്രീഡിയം സ്പോർസ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ സൈക്കോട്രോപിക് ഗ്രാം നെഗറ്റീവ് റോഡ്സ്. സൈക്കോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ടെമ്പറേച്ചർ, അതായത് ലോവർ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസിനെ സൈക്കോട്രോപ്സ് എന്ന് പറയും. അത് നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ എന്താണ് സൈക്കോട്രോപ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ സൈക്കോട്രോപ്സ് കാണാം, അതുപോലെ തന്നെ തെർമോഡ്യൂറിക് ബാക്ടീരിയയും കാണും. ഈ തെർമോഡ്യൂറിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ബാക്ടീരിയ, തെർമോ മീൻസ് എന്താണ്, ഹീറ്റ് അല്ലെ, അതായത് ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരാണ് തെർമോഡ്യൂറിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ തെർമോഡ്യൂറിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യും, പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അവര് ആയിരിക്കും. അപ്പൊ തെർമോഡ്യൂറിക് ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ആർ മൈക്രോകൊക്കൈ, അതുപോലെ തന്നെ എൻഡ്രോകൊക്കൈ, ബ്രവി ബാക്ടീരിയ, മൈക്രോബാക്ടീരിയം, സ്ട്രെപ്റ്റോകോക്കസ്, തെർമോഫിലസ്, and most of these are harmless, but sometimes it may cause milk spoilage. Okay, അപ്പോൾ അതാണ് കണ്ടാമിനൻസ് ഫ്രം ആനിമൽ ഫീഡ്സ്, സോയിൽ ആൻഡ് വാട്ടർ. ഇനി ഇത് കൂടാതെ മിൽക്കിൽ പത്തോജൻസും പ്രസന്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ്, സാൽമോണല്ല, ലിസ്റ്റീരിയ, എഴ്സീനിയ, അതുപോലെ തന്നെ ക്യാമ്പൈലോബാക്ടർ പോലെയുള്ള പത്തോജൻസും ഈ പറഞ്ഞ, അതായത് മാസ്റ്റൈറ്റിസ് വഴി അല്ലെങ്കിൽ ആനിമൽസോ അല്ലെങ്കിൽ സോയിലോ വാട്ടർ വഴിയൊക്കെ മിൽക്കിൽ എത്താം. ഓക്കെ, പിന്നെ മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് ആണ്. Equipments can also be a major source of mainly gram-negative rods like Pseudomonas, alkalisins, Flavobacterium, അതുപോലെ തന്നെ gram-positive organisms ആയിട്ടുള്ള Micrococcus, Enterococcus, ഇവരെല്ലാവരും എവിടെ കാണാൻ സാധിക്കും, നമ്മുടെ മിൽക്കിൽ ചിലപ്പോൾ കണ്ടാമിനേഷൻ കോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഏതൊക്കെയാണ് അതിന്റെ മെയിൻ സോഴ്സസ്, എവിടെ നിന്നൊക്കെയാണ് വരുന്നത്.
അങ്ങനെയാണിത് പഠിക്കേണ്ടത് കേട്ടോ. ഇനി മിൽക്കിൽ എന്തുമാത്രം മൈക്രോ ഓർഗാനിസംസ് വരെ കാണാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് നമ്മൾ ചുമ്മാ എടുത്തു കഴിയുമ്പോൾ അത് ഒരു 10⁻³ മൈക്രോ ഓർഗാനിസംസ് വരെ കാണാമെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് നോർമൽ. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ നോർമൽ റേഞ്ചസ് ആണ് ഈ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് അസെപ്റ്റിക്കലി ഡ്രോൺ മിൽക്ക്, അതായത് നോർമലി നമ്മൾ പശുവിനെ കറക്കത്തില്ലേ പണ്ടല്ല ഇപ്പോഴും നോർമലി വില്ലേജസിലൊക്കെ കറക്കുന്ന പോലെ അങ്ങനെയാണ് കറക്കുന്നതെങ്കിൽ വിൽ ഹാവ് അബൌട്ട് എന്താണ് 500 to 1000 മൈക്രോബ്സ് ആണ് 1 ml കാണുന്നത്. ഓക്കെ, ദെൻ അതല്ല മിൽക്ക് പെയിൽ ഓർ മിൽക്കിംഗ് മെഷീൻ വഴിയാണ് ഈ പാല് കറക്കുന്നതെങ്കിൽ 1000 to 10,000 ബാസിലെ വരെ അതിനകത്ത് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ബൾക്ക്, അതായത് ഈ ഫാമിലൊക്കെ ഒരുമിച്ചല്ല കറക്കുന്നത്, എല്ലാം കൂടെ പെട്ടെന്ന് കറക്കും. അത് എന്നിട്ട് എല്ലാം കൂടെ ഒരു മിൽക്ക് ടാങ്കിലായിരിക്കും അവർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് കണ്ടാമിനേഷന്റെ ചാൻസ് വിൽ ബി വെരി ഹൈ. സോ ഇറ്റ് വിൽ ബി അറൌണ്ട് 5,000 to 20,000. ആക്ച്വലി ഈ റേഞ്ചസ് എല്ലാം യൂഷ്വൽ റേഞ്ചസ് ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി നോർമൽ റേഞ്ചസ് ആണ്. ആൻഡ് ഇത് നമ്മൾ പിന്നീട് മിൽക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ കൗണ്ട് കുറയും. ലൈക്ക് ഇപ്പോൾ പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കൗണ്ട് പയ്യെ കുറയാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മിൽക്കിന്റെ സോഴ്സ് ആണ് അല്ലെ. സോഴ്സിനകത്ത് ഫസ്റ്റ് നമ്മൾ ഫാമിൽ നിന്ന് എങ്ങനെയൊക്കെ മിൽക്ക് കണ്ടാമിനേറ്റഡ് ആവാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് മിൽക്ക് കറക്കുന്ന വരെ മിൽക്കിങ്ങിന്റെ ടൈം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് മിൽക്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാറുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇൻ ട്രാൻസിറ്റ് ആൻഡ് അറ്റ് ദ മാനുഫാക്ചറിങ് ലെവൽ, അതായത് ട്രാൻസ്പോർട്ടിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ മിൽക്ക് പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് ടൈമിലോ ഒക്കെ ബാക്കിയുള്ള കണ്ടാമിനേഷൻ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ പൈപ്പ് ലൈൻസ്, അതുപോലെ തന്നെ വാൽവ്സ്, ടാങ്ക്സ്, പമ്പ്സ്, വാൽവ് സെപ്പറേറ്റർ, ക്ലാരിഫയേഴ്സ്, ഹോമോജനൈസേഴ്സ്, കൂളേഴ്സ്, സ്ട്രെയിനേഴ്സ്, സ്റ്റിറർ, ഫില്ലർ, അതുപോലെ തന്നെ എന്ത് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് യൂട്ടൻസിൽസ് യൂസ് ചെയ്താലും അതൊക്കെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള, അല്ലെങ്കിൽ ആ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കണ്ടാമിനേറ്റഡ് ആവാം ഓൾറെഡി. അതിലേക്ക് നമ്മൾ ഈ മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഗെറ്റ് എക്സ്ട്രാ കണ്ടാമിനേറ്റഡ് അല്ലേ. അപ്പൊ these all sources can serve as a possible bacterial loads. Okay, and level of contamination എന്ന് പറയുന്നത് depends upon the cleaning അതുപോലെ തന്നെ sanitization method. ഇപ്പോൾ വലിയ മിൽക്ക് ഫാക്ടറീസിലൊക്കെ എന്തുമാത്രം ഇതായിട്ടാണ് അവർ ക്ലീനിങ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടാണോ ക്ലീനിങ്, പ്രോപ്പർ ആയിട്ട് അവർ സാനിറ്റൈസ് ചെയ്യുന്നത്, അതായത് ഓരോ ബാച്ച് കഴിയുമ്പോഴും അവർ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടാമിനേഷൻ ലെവൽ വിൽ ബി ലെസ്സർ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കണ്ടാമിനേഷൻ സോഴ്സ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. ഓക്കെ, ദേ മേ ക്യാരി ഡിഫറെന്റ് ഓർഗാനിസംസ് ആൻഡ് അതും ഈ മിൽക്കിൽ കണ്ടാമിനേഷൻ കോസ് ചെയ്യും. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള PPEs ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അങ്ങനെയുള്ള വർക്കേഴ്സ് അവിടെ ജോലി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മിൽക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതും ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആവാം. ആൻഡ് അവിടെ നിന്നും മിൽക്കിന് കണ്ടാമിനേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പം ഇൻ ട്രാൻസിറ്റ് ആൻഡ് അറ്റ് ദ മാനുഫാക്ചറിങ് ലെവലിൽ എന്തൊക്കെ കണ്ടാമിനേഷൻ ഉണ്ടാവാമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്? കുറെ എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ കുറെ യൂട്ടൻസിൽസിന്റെ പേരുകളാണ് പറഞ്ഞത്. ലൈക്ക് പൈപ്പ് ലൈൻസ്, വാൽവ്സ്, ടാങ്ക്സ്, പമ്പ്സ് എക്സെട്ര. They all are possible source of bacteria. The level of contamination depends upon the cleaning and sanitization methods. And in addition, employees are also a possible source of contamination. And the paper stock that is used for packaging fluid milk is also an important source of contamination. Okay. ഇനി കൺട്രോൾ മെത്തേഡ്സ് എന്തൊക്കെയാണ്? അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഈ കണ്ടാമിനേഷനെ കുറയ്ക്കാം. ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എങ്ങനെയൊക്കെ നമുക്കിത് കുറയ്ക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം ആനിമൽ ക്ലെൻലിനെസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആനിമൽ ക്ലെൻലിനെസ് എന്ന് പറയുമ്പോൾ കൗവിനെ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്ത് നിർത്തുക. അതിൻ്റെ ഫ്ലാങ്ക്സും അഡറും അവിടെയൊക്കെ നന്നായിട്ട് ക്ലിപ്പ് ചെയ്യുക. അതായത് അവിടെയൊക്കെ ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ കാണും, അതൊക്കെ നന്നായിട്ട് ക്ലിപ്പ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ കൗവിനെ വെൽ ഗ്രൂംഡ് ആയിട്ട് എപ്പോഴും ഇരുത്തുക. ആൻഡ് നമ്മൾ മിൽക്കിങ്ങിന് ജസ്റ്റ് ബിഫോർ വി ഷുഡ് വാഷ് ദ അഡർ വിത്ത് വാട്ടർ ഓർ എ ജെർമിസിഡൽ സൊല്യൂഷൻ. വാട്ടർ വെച്ചിട്ടാണ് നോർമലി എല്ലാവരും ചെയ്യുന്നത്. വാട്ടറോ ജെർമിസിഡൽ സൊല്യൂഷനോ വെച്ചിട്ട് ഈ അഡർ നന്നായിട്ട് വാഷ് ചെയ്യുക. ദെൻ
നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് മറ്റ് ഇതെന്ന് പറയുന്നത്, അതായത് സോയിൽ വഴിയും അല്ലെങ്കിൽ വാട്ടർ വഴിയൊക്കെ. അപ്പൊ അതൊക്കെ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ലൈക്ക് എന്താ പറയുക, പേവിങ്, അതുപോലെ തന്നെ ഡ്രെയിനിങ് ആൻഡ് ബാൺയാർഡ്സ് ഒക്കെ പേവ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാഗ്നന്റ് പൂൾസ്, അവിടെ ഒന്നും പോവാ, അതായത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന, കുറെ നാളായിട്ട് കെട്ടിക്കിടക്കുന്ന അഴുക്ക് ചാലുകൾ അങ്ങനെയുള്ളിടത്തൊക്കെ ഇവർ പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ പുറത്ത് അഴിച്ചു കെട്ടുന്ന സമയത്തൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആനിമൽ ക്ലെൻനെസ് എങ്ങനെ നമുക്ക് വരുത്താം എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇസ് ബൈ ക്ലിപ്പിംഗ് ദ കൗ, എസ്പെഷ്യലി ദ ഫ്ലാങ്സ് ആൻഡ് udder, then grooming the cow, then washing the udder with water or germicidal solution before milking. Then contamination of cow with environmental factors is reduced by paving and draining barnyards and keeping them from stagnant pools. Okay. Then milking practices. മിൽക്കിങ്ങിന്റെ ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അതായത് ഓരോ ആനിമലിൽ നിന്ന് നമ്മൾ മിൽക്ക് കളക്ട്, വലിയ ഫാം ഒക്കെ ആണെങ്കിൽ കുറേ ആനിമൽസ് കാണും അല്ലേ. അപ്പം ഓരോ ആനിമലിൽ നിന്നും നമ്മൾ മിൽക്ക് കളക്ട് ചെയ്ത ഉടനെ തന്നെ നമ്മളത് ഫിസിക്കലിയും കെമിക്കലിയും ആൻഡ് ഓർഗാനോലെപ്റ്റിക് അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫിസിക്കലി പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അതിൻ്റെ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. കെമിക്കലി അത് ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓർഗാനോലെപ്റ്റിക് അബ്നോർമാലിറ്റീസ് മീൻസ് എനി സെൻസറി പ്രോപ്പർട്ടീസ് എന്തൊക്കെയില്ല, അതായത് ഇപ്പം ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് അതൊക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. Then teats, udders and adjacent parts must be clean before milk. നമ്മളത് ഓൾറെഡി പറഞ്ഞു. Then hands, contact surfaces, അതുപോലെ തന്നെ മിൽക്കിംഗ് എക്യുപ്മെന്റ്സ് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓരോ മിൽക്കിംഗ് കഴിയുമ്പോഴും ആ എക്യുപ്മെന്റ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ആൻഡ് കൂളിംഗ്. എങ്ങനെയാണ് നമ്മൾ മിൽക്ക് സ്റ്റോർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഇൻ റെഫ്രിജറേറ്റർ. ഓക്കെ, അപ്പോൾ മിൽക്ക് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂറിങ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ സ്റ്റോറേജ് അല്ലേ. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതല്ല സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്തും മിൽക്ക് എപ്പോഴും നമ്മൾ കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വേണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മിൽക്ക് കളക്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂൾ ചെയ്യണം, അതായത് റെഫ്രിജറേറ്റ് ചെയ്യണം. അങ്ങനെ റെഫ്രിജറേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസിന്റെ നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസത്തിന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ കുറയും. ഓക്കെ, സൈക്കോട്രോപ്സ് പോലെയുള്ള ചില ഓർഗാനിസംസ് മാത്രമേ അവിടെ ത്രൈവ് ചെയ്യത്തുള്ളൂ. അപ്പൊ മിൽക്ക് നമ്മൾ എന്ത് ചെയ്യണം, must be cooled quickly to minimize the bacterial multiplication. അതുപോലെ തന്നെ ബൾക്ക് ടാങ്ക്സിലൊക്കെ നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് അത് കളക്ട് ചെയ്ത് അത് അടുത്ത ബാച്ചിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യുക, അതല്ലാതെ ഡിസിൻഫെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ബാച്ച് മിൽക്ക് വന്നു, അത് അടുത്ത സ്റ്റേജിലേക്ക് പോയി, അടുത്ത ബാച്ച് മിൽക്ക് പെട്ടെന്ന് നമ്മൾ അടുത്ത ടാങ്കിലേക്ക് ആഡ് ചെയ്തു, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത സാധനം അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വേണം സൂക്ഷിക്കാൻ, ലൈക്ക് ഡിസിൻഫെക്റ്റ് ചെയ്ത് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് GMP അതുപോലെ തന്നെ HACCPയുടെയും ഗൈഡ് ലൈൻസിൽ വരുന്ന കാര്യങ്ങളാണ്. GMP എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രോസസ്, നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെ, ഗുഡ് മാനുഫാക്ചറിങ് പ്രോസസ്. അതുപോലെ തന്നെ HACCP എന്ന് പറയുമ്പോൾ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അപ്പം ഈ രണ്ട് ഇതിന്റെ ഗൈഡ് ലൈൻസിന്റെ ബേസിസിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോകുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് മിൽക്ക് കളക്ട് ചെയ്യേണ്ടതെന്നും പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഓക്കെ, then how can we preserve this milk? മിൽക്ക് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് പാസ്ചറൈസേഷൻ ആണ് അല്ലെ. പാസ്ചറൈസേഷൻ അല്ലാതെ മെത്തേഡ്സ് ഉണ്ട് ദാറ്റ് വി ക്യാൻ യൂസ് ഫോർ പ്രിസർവേഷൻ ഓഫ് മിൽക്ക്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 7 മെത്തേഡ്സ് ആണ് മൊത്തത്തിലുള്ളത്. ഫസ്റ്റ് വൺ ഇസ് അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ടീരിയ അതിനുള്ളിലേക്ക് കയറാതിരിക്കുക, അതായത് ബാക്ടീരിയയുടെ എൻട്രീനെ പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ നമ്മൾ അസെപ്സിസ് എന്ന് പറയും. ആൻഡ് സെക്കൻഡ് വൺ ഇസ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ദെൻ തേർഡ് വൺ യൂസ് ഓഫ് ഹീറ്റ്, അതിനകത്താണ് നമ്മുടെ പാസ്ചറൈസേഷൻ വരുന്നത്. ദെൻ സ്റ്റീം അണ്ടർ പ്രഷർ, ദെൻ യൂസ് ഓഫ് ലോ ടെമ്പറേച്ചർ, ഡ്രൈയിങ് ആൻഡ് യൂസ് ഓഫ് പ്രിസർവേറ്റീവ്സ് ഓഫ് ലൈക്ക് ഷുഗർ പോലെയുള്ള പ്രിസർവേറ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യും.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അസെപ്സിസിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് മിൽക്ക് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ മൈക്രോബിയൽ ലോഡ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് മൈക്രോബിയൽ ലോഡ് കുറയുകയാണെങ്കിൽ മിൽക്കിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കീപ്പിംഗ് ക്വാളിറ്റി വിൽ ബി ഹയർ. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാക്കേജിങ്. പാക്കേജിങ് എന്താ ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസംസിനെ ആ മിൽക്കിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പാക്കേജ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ പാക്കേജിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ടു പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നമ്മൾ എക്സാമിൻ ചെയ്തിരിക്കണം. തറവായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തിരിക്കണം. അതല്ലാതെ നമ്മൾ ചുമ്മാ പോയിട്ട് മിൽക്ക് ഒന്നും ചെക്ക് ചെയ്യാതെ പോയി കാർട്ടൺസിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ലെസ്. ചിലപ്പോൾ അതിനകത്ത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഓൾറെഡി പ്രസന്റ് ആയിരിക്കും ആൻഡ് മിൽക്ക് പെട്ടെന്ന് ചീത്തയായി പോവാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് അസെപ്സിസ് മെയിൻറ്റെയിൻ ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. നമുക്കറിയാം ഇപ്പം മിൽക്കിൽ ചിലപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എത്തിപ്പെടാം. നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ, മിൽക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോഴേ അതിനകത്ത് ഓർഗാനിസംസ് വളരാം. അപ്പം മിൽക്ക് വൺസ് ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ദ മൈക്രോ ഓർഗാനിസം വൺസ് ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ദ മിൽക്ക്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റിമൂവ് ദം എഫക്റ്റീവ്ലി. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം, ഹൈ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പൊ അങ്ങനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഇത് സെഡിമെന്റ് ആയിട്ട് അടിയിൽ അടിഞ്ഞുകൂടും അല്ലേ? അപ്പം ആ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പം ദിസ് പ്രോസസ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ വിൽ റിമൂവ് സം മൈക്രോ ഓർഗാനിസംസ് ഫ്രം മിൽക്ക്, നോട്ട് ഓൾ അല്ലെ, എല്ലാവരും പോത്തൊന്നുമില്ല, ചില മൈക്രോ ഓർഗാനിസംസ് ഒക്കെ മിൽക്കിൽ നിന്ന് പോകാം. ആൻഡ് ഇറ്റ് അബൌട്ട്സ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഷൻ ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ആൻഡ് 99% മിൽക്കിലുള്ള സ്പോറുകൾ ആൻഡ് അതുപോലെ തന്നെ ഹാഫ് ഓഫ് വെജിറ്റേറ്റീവ് സെൽസ് ഓഫ് ബാക്ടീരിയ. നമുക്കറിയാം ബാക്ടീരിയക്ക് രണ്ട് ഇതുണ്ട്, അതായത് വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, അതുപോലെ തന്നെ സ്പോറും ഉണ്ട്. വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത് റെസ്റ്റിംഗ് സ്ട്രക്ചർ ആയിരിക്കും ആൻഡ് അത് ആക്ച്വലി ഹീറ്റിനോടും അങ്ങനെയുള്ള സംഭവങ്ങളോടും, അതായത് അഡ്വേഴ്സ് എൻവയോൺമെന്റൽ കണ്ടീഷൻസിനോടൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ സ്പോർ എന്ന് പറയും. ആൻഡ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ്ലി മൾട്ടിപ്ലൈയിങ് ഫോമിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 99% സ്പോറിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ മോർ ദാൻ ഹാഫ് ഓഫ് വെജിറ്റേറ്റീവ് സെൽസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ ചില പ്രോട്ടീൻസും കൂടെ അവിടെ നഷ്ടമാവുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. സെൻട്രിഫ്യൂഗേഷൻ വഴി മിൽക്കിലുള്ള ചില പ്രോട്ടീൻസ് നഷ്ടമാകാറുണ്ട്. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് ആക്ച്വലി എ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രോസസ്സ്, അതായത് മിൽക്കിൽ നിന്ന് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ സെൻട്രിഫ്യൂഗേഷൻ വഴി റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ടോഫ്യൂഗേഷൻ. എന്താണ്? ബാക്ടോഫ്യൂഗേഷൻ. ഓക്കെ, മിൽക്കിൽ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ്, സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡിന് നമ്മൾ പറയുന്ന പേര് ബാക്ടോഫ്യൂഗേഷൻ. ഓക്കെ, then second and most important one is use of heat, that is pasteurization ഉണ്ട്, ultra pasteurization ഉണ്ട്. and you all know about pasteurization അല്ലേ? ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച ഒരു മെത്തേഡ് ആണ് pasteurization. and നമ്മൾ നോർമൽ pasteurization ആണ് ചെയ്യുന്നതെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ്സ് ആണ് ഹോൾഡിംഗ് ടൈം. 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അൾട്രാ പാസ്റ്ററൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് 130 ഡിഗ്രി ഫോർ 1 സെക്കൻഡ് ഓർ മോർ. ഓക്കെ, അപ്പോൾ 130 ഡിഗ്രിയിൽ 1 സെക്കൻഡ് ഓർ മോർ ആണ് അൾട്രാ പാസ്റ്ററൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ അൾട്രാ പാസ്റ്ററൈസേഷൻ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതായത് എന്താണ്, സ്റ്റീം ഇഞ്ചക്ഷൻ ടെക്നിക്കും ഉണ്ട്, സ്റ്റീം ഇൻഫ്യൂഷൻ ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? മിൽക്ക് പ്രോസസ്സിലേക്ക് സ്റ്റീം ഇഞ്ചക്ഷൻ നടത്തും. ചിലത് നേരെ തിരിച്ച് ചെയ്യും, അതായത് മിൽക്ക് ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു ദ സ്റ്റീം പ്രോസസ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാം? പാസ്റ്ററൈസേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക. സ്റ്റീം ഇഞ്ചക്ഷൻ ടെക്നിക്കും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീം ഇൻഫ്യൂഷൻ ടെക്നിക്കും ഉണ്ട്.
ഓക്കെ. ഇനി പാസ്ചറൈസേഷന്റെ എഫിക്കസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഓർഗാനിസം കില്ലിംഗ് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഹോൾഡിംഗ് ടൈം കൂടുതലാണെങ്കിൽ കൂടുതൽ ബാക്ടീരിയാസ് അവിടെ കില്ലാവാം. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ബാക്ടീരിയ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ മിൽക്കിൽ ചിലപ്പോൾ ബാക്ടീരിയൽ ലോഡ് കുറവായിരിക്കും. പാസ്ചറൈസേഷൻ വിൽ ബി വെരി എഫക്റ്റീവ്. അതല്ലാന്നുണ്ടെങ്കിൽ പാസ്ചറൈസേഷൻ അത്ര അതായത് എല്ലാ ബാക്ടീരിയാസിനെയും കില്ല് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വരും. ദെൻ എപ്പോഴും എല്ലാ ബാക്ടീരിയാസിനെയും കില്ല് ചെയ്യില്ല. പാസ്ചറൈസേഷൻ വഴി എല്ലാ ബാക്ടീരിയാസും ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ തെർമോഡ്യൂറിക് ബാക്ടീരിയ അവർക്കൊക്കെ ഈ പാസ്ചറൈസേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരും പ്രസന്റ് ആണ്. പിന്നെ സ്പോർട്സിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹീറ്റ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവരും എന്ത് ചെയ്യും? ഹീറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ആ സ്പോർസ് വെജിറ്റേറ്റീവ് സെൽസ് ആയിട്ട് മാറിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, then it also depend upon the proportion of total microbial load that are spore formers or thermoduric. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, സ്പോർ ഫോമേഴ്സ് അല്ലെങ്കിൽ തെർമോഡ്യൂറിക് ബാക്ടീരിയാസിന്റെ ലോഡ് എന്തുമാത്രം മിൽക്കിലുണ്ട് എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ഓക്കെ, പാസ്ചറൈസേഷൻ എഫിക്കസിയും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, ഹോൾഡിംഗ് ടൈം, total number of bacteria and the proportion of total microbial load that are spore formers or thermoduric organisms. Okay. Then നമ്മൾ ബട്ടർ മേക്ക് ചെയ്യാനുള്ള ക്രീം നമ്മൾ ഈ നോർമൽ പാസ്ചറൈസേഷൻ അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ഹീറ്റ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ഗ്രേറ്റർ ഹീറ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ സ്റ്റീം ഇഞ്ചക്ഷൻ മെത്തേഡ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്ന പേര് വാസറേഷൻ ആണ്. അതായത് ബട്ടർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പാസ്ചറൈസേഷൻ ടെക്നിക്കിന് പറയുന്ന പേര് വാസറേഷൻ. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഓർത്തിരുന്നോണം കേട്ടോ. Then next is steam under pressure. സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ വർക്ക് ചെയ്യില്ല, ആ സെയിം പ്രിൻസിപ്പിളിൽ തന്നെയാണ് സ്റ്റീം അണ്ടർ പ്രഷറും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്ക് ആദ്യം അതായത് ഒന്ന് ചൂടാക്കും, 93 to 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കും. എന്നിട്ട് നമ്മൾ സ്റ്റീം കൊടുക്കും. ഓക്കെ, അപ്പൊ സ്റ്റീം കൊടുത്തു കഴിയുമ്പോൾ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ സ്പോർസ് വരെ അവിടെ എലിമിനേറ്റഡ് ആവാറുണ്ട്. Okay, but steam under pressure, the forewarming of milk at 93 to 100 degrees Celsius before evaporation kills even resistant bacterial spores. Then this evaporated milk is canned and then heat processed by steam under pressure. Okay. Any next method is use of low temperature, that is freezing അല്ലെങ്കിൽ refrigerated storage. Okay. അപ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ റെഫ്രിജറേഷൻ സ്റ്റോറേജ് ആണ് നമ്മൾ നോർമലി ചെയ്യേണ്ടത് അല്ലേ. അപ്പം അതിനകത്ത് റെഫ്രിജറേറ്റഡ് സ്റ്റോറേജിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഗ്രേഡ് എ റോ മിൽക്ക്, അതായത് സാധാരണ നമ്മൾ കളക്ട് ചെയ്ത ഉടനെയുള്ള റോ മിൽക്ക് പാസ്ചറൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? 10 ഡിഗ്രി സെൽഷ്യസ് ഓർ അതിലും താഴെ നമ്മൾ 2 hours തന്നെ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തിരിക്കണം. എത്രയാണ് ടെമ്പറേച്ചർ? 10 ഡിഗ്രി ഓർ ലെസ്. And pasteurized ചെയ്തിട്ടുള്ള മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ 7.2 ഡിഗ്രി സെൽഷ്യസ് ഓർ ലെസ്. Then milk is held at refrigeration during entire process, അതായത് സ്റ്റോറേജിന്റെ സമയത്ത്, ട്രാൻസ്പോർട്ടിന്റെ സമയത്ത്, റിസീവിംഗ് സ്റ്റേഷനിൽ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറേജ്, then until it reaches the customer, കസ്റ്റമറിൽ എത്തുന്നത് വരെ അത് എപ്പോഴും എന്തായിരിക്കണം? റെഫ്രിജറേറ്റഡ് ആയിരിക്കണം. Then fermented milk, അതുപോലെ തന്നെ unripened cheese are chilled after their manufacture and kept chilled until they reach the consumer. നമുക്കറിയാം അല്ലേ, ഇപ്പം കേർഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ മൊമെന്റിൽ തന്നെ നമ്മളത് ചില്ല് ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. റോ മിൽക്ക് ആണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് ഓർ ലെസ് വിത്തിൻ 2 hours. ന്യൂലി പാസ്ചറൈസ്ഡ് ആണെങ്കിൽ 7.2 ഡിഗ്രി സെൽഷ്യസ് ഓർ ലെസ്. Then നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മിൽക്ക് പ്രോഡക്ട്സിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്നും അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജ് പീരീഡ് എത്രയാണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഈ RH% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതായത് ആ സ്റ്റോർ ചെയ്യുന്ന കണ്ടീഷനിൽ എന്തുമാത്രം ഹ്യൂമിഡിറ്റി ഉണ്ട്
അതിനെ ഡിറ്റക്ട് ചെയ്ത്. ഇപ്പം ഹ്യൂമിഡിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് കേടുവരാം. ഓക്കെ, അപ്പം അതായത് മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ഹൈ. അപ്പം അങ്ങനെ, അപ്പം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് ആ സെക്കൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് പ്രോഡക്ട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ചീസ്. ചീസിനകത്ത് തന്നെ പല ടൈപ്പ് ഓഫ് ചീസ് ഉണ്ട്. ബ്ലൂ ചീസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഷുഡ് ബി ബ്ലൂ ചീസ്, ഷെഡാർ ഷീറ്റ്സ്, ക്രീം ചീസ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എത്രയാണ് 0 to 1.1 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ആൻഡ് storage period will be blue cheese ആണെങ്കിൽ 3 to 6, cheddar ആണെങ്കിൽ 12 months, then cream ആണെങ്കിൽ 1 month. Okay, then pasteurized processed cheese ആണെങ്കിൽ 0 to 4.4 ആണ് അതിന്റെ ടെമ്പറേച്ചർ. ആൻഡ് 6 to 10 months നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ സ്വിസ് ചീസ് ആണെങ്കിലും 0 to 4.4, അത് 8 to 12 months സ്റ്റോറേജ് പീരീഡ് ഉണ്ട്. ദെൻ മിൽക്ക് തന്നെ പല ടൈപ്പ്. ഇവാപറേറ്റഡ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഷുഡ് ബി 0 ആൻഡ് 1 ഇയറിൽ കൂടുതൽ അതിരിക്കും. ദെൻ അതുപോലെ തന്നെ 4.4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 6 to 12 months നമുക്ക് വെക്കാം. ഇനി 10 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഫ്യൂ മന്ത്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ 21 ആണെങ്കിൽ ഫ്യൂ വീക്സ്. 1.62 ദെൻ ഹൈ നമ്മൾ എന്താ പറയുക സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ 1.6 to 4.4 ഡിഗ്രിയിൽ ആണെങ്കിൽ 2 to 3 വീക്സും, അതുപോലെ തന്നെ 4.4 to 7.2 ആണെങ്കിൽ 1 to 2 വീക്സും ആയിരിക്കും ഇരിക്കുന്നത്. അൾട്രാ ഹൈ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തെങ്കിൽ 1.6 to 4.4 for more than 1 month. Then 4.4 ആണെങ്കിൽ 10 months നമുക്ക് സ്റ്റോർ ചെയ്യാം. നോൺ ഫാറ്റ് ഡ്രൈഡ് മിൽക്ക് ആണെങ്കിൽ 21.1 for 5 months. 37.7 ഡിഗ്രി, അതായത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ നോൺ ഫാറ്റ് ഡ്രൈഡ് മിൽക്ക്. ആൻഡ് ഇറ്റ് വിൽ 2 months 5 months ഒക്കെയാണ് അതിൻ്റെ സ്റ്റോറേജ് പീരീഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ ഫ്രീസിങ്. ഫ്രീസിങ്ങിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഐസിങ്, അതുപോലെ തന്നെ ഫ്രോസൺ ഡയറി ഡെസേർട്സ് ഒക്കെ നമ്മൾ എന്താണ് എപ്പോഴും ഫ്രീസ് ചെയ്ത് വേണം അതിൻ്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫ്രീസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് മൈക്രോബിയൽ മൾട്ടിപ്ലിക്കേഷൻ ഇംപോസിബിൾ ആയിരിക്കും. ലൈക്ക് -28 -29 ഡിഗ്രി സെൽഷ്യസിലും ഒക്കെയാണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡ്രൈയിങ് അടുത്ത ഒരു മെത്തേഡാണ് ഡ്രൈയിങ്. അത് മെയിൻലി ഈ ചീസ്, സ്മോക്ഡ് ചീസ് ഒക്കെയാണ് ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചീസൊക്കെ നമ്മൾ മെയിൻലി ചീസൊക്കെ സ്മോക്ക് ചെയ്യുന്നത് മെയിൻലി അതിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആക്ച്വലി ഈ ചീസൊക്കെ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കും. അതായത് ചില ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. ലൈക്ക് ഈ ചീസൊക്കെ നമ്മൾ ഈ സ്മോക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറമെ ഒരു പാട പോലെ ഉണ്ടാവും, അതിനെ നമ്മൾ റിൻഡ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഫോർമേഷൻ എന്താണ് നോർമലി ബാക്ടീരിയാസിനെയൊക്കെ കടക്കാനായിട്ട് അനുവദിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ സം കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, ഈ സ്മോക്കിൽ നിന്ന് വരുന്ന ചില കെമിക്കൽ പ്രിസർവേറ്റീവ്സും അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഈ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഹൈഡ്രജൻ പെറോക്സൈഡും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ഈ സ്വിസ് ചീസ്, ഷെഡാർ ചീസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൂടെ ഹൈഡ്രജൻ പെറോക്സൈഡും കൂടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കുക എവിടെയൊക്കെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അനദർ പ്രിസർവേഷൻ മെത്തേഡാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സംവാട്ട് അത് ഇൻഡയറക്ട്ലി ഇറ്റ് അഫക്ട്സ് ദ കീപ്പിംഗ് ക്വാളിറ്റി. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നോർമൽ മിൽക്കിൻ്റെ സ്റ്റോറേജും അല്ലെങ്കിൽ മിൽക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോബ്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രിസർവേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം അത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് സൈക്കോട്രോപിക് ബാക്ടീരിയാസിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു സൈക്കോട്രോപിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ക്യാൻ ഗ്രോ അറ്റ് ലോ ടെമ്പറേച്ചർ. അതിൻ്റെ ആക്ച്വൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹയർ ആണ്, അതായത് 37 ഡിഗ്രി. നോർമൽ നമ്മുടെ ബോഡിയിലും അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ ദേ ക്യാൻ ഓൾസോ സർവൈവ് അറ്റ് ലോവർ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് 0 to 7 ഡിഗ്രി. നമ്മൾ നോർമൽ റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെ അതിന് അതിജീവിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മിൽക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള കോമൺ സൈക്കോട്രോപിക് ബാക്ടീരിയാസ് ആർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ആണ് സ്യൂഡോമോണസ് എറൂജിനോസ,
Pseudomonas fluorescens, Aeromonas hydrophila, Alkalisans faecalis and Flavobacterium. ഇതൊക്കെയാണ് gram negativeൽ വരുന്നത്. Pseudomonas aeruginosa, Pseudomonas fluorescens and Aeromonas hydrophila, Alkalisans faecalis and Flavobacterium. Okay. Then gram-positive bacteria include Bacillus cereus, then Listeria monocytogenes, then Micrococcus പോലെയുള്ള ബാക്ടീരിയാസ് ആണ് സൈക്കോട്രോപ്സ് ആയിട്ട് മിൽക്കിൽ കാണാറുള്ളത്. ഓക്കെ, ആൻഡ് ഇവരെല്ലാം പാത്തോജനിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, ലൈക്ക് ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്, അതുപോലെ തന്നെ ബാസിലസ് സീരിയസ്, പിന്നെ സ്യൂഡോമോണസ് ഇറോജിനോസ, ഇങ്ങനെയുള്ള ചിലവർ മാത്രമേ ഉള്ളൂ പാത്തോജനിക് ആയിട്ടുള്ളത്. അതല്ലാത്തവരൊക്കെ നോർമലി നോൺ പാത്തോജനിക് ആണ്. പക്ഷെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട്, അതായത് ഓൾറെഡി HIV-യോ ക്യാൻസറോ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ചിലപ്പോൾ ബാക്കിയുള്ളവരും അസുഖം, അതായത് ലൈക്ക് ഇപ്പം സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് ഒക്കെ നോർമൽ ആയിട്ട് ഒരു ഡിസീസ് ഒന്നും കോസ് ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ മിൽക്ക്, അവരാണ് മിൽക്ക് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പാത്തോജനിക് ഓർഗാനിസംസിന്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് ലിസ്റ്റീരിയ ഉണ്ട്, ബാസിലസ് ഉണ്ട്, പിന്നെ സ്യൂഡോമോണസ് എറോജിനോസ ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സൈക്കോട്രോഫിക് പാത്തോജനിക് സൈക്കോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സൈക്കോട്രോപ്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മിൽക്ക് കളക്ട് ചെയ്ത ഉടനെ തന്നെ നമ്മളത് കൂൾ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ആ മിൽക്ക് പിന്നെയും കണ്ടാമിനേറ്റഡ് ആവാൻ, അതായത് പുറത്തുനിന്ന് കണ്ടാമിനേഷൻ എടുക്കാനുള്ള ചാൻസ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിൽക്ക് നമ്മൾ കളക്ട് ചെയ്ത ഉടനെ തന്നെ 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിലും താഴെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ കൂൾ ചെയ്ത് വെക്കുക. ആൻഡ് അതുപോലെ തന്നെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക. കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ ടൈം തൊട്ടിട്ട് ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, കൺസംഷൻ, ആ ടൈം വരെ അത് എന്താണ്, ആ ഒരു കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. ഓക്കെ, അവോയ്ഡ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ, അതായത് ഇപ്പം 4 ഡിഗ്രി ആണെങ്കിൽ ആ 4 ഡിഗ്രി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാതെ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then good hygienic practices like clean udders before milking, sanitize milking machines, അതുപോലെ തന്നെ ക്ലീൻ വാട്ടർ യൂസ് ചെയ്യുക. ഇതുവഴിയൊക്കെ നമുക്ക് ഈ സൈക്കോട്രോപ്സിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള പാസ്ചറൈസേഷൻ, സൈക്കോട്രോപ്സ് എന്താണ്, പാസ്ചറൈസേഷൻ ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. ഇപ്പൊ ഹൈ ഹീറ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ they will be killed. Then regular cleaning of dairy equipments. അതിനകത്ത് നമ്മൾ CIP സിസ്റ്റം ആണ് ഫോളോ ചെയ്യേണ്ടത്. CIP മീൻസ് ക്ലീൻ ഇൻ പ്രാക്ടീസ്, ക്ലീൻ ഇൻ പ്ലേസ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലീൻ ഇൻ പ്ലേസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ യൂട്ടൻസിൽ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. അതാണ് CIP സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ബയോഫിലിം ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാം. നമുക്കറിയാം ക്ലീനിങ് പ്രോപ്പർ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ബയോഫിലിം ഫോർമേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ റെഗുലർ ആയിട്ട് നമ്മൾ ഡയറി എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതല്ലാതെ അത് കഴിഞ്ഞ് വരുന്ന സ്റ്റോറേജ് ടൈം കുറയ്ക്കുക. അപ്പം സ്റ്റോറേജ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു ഒരു 1-2 ദിവസം അവിടെ ഇരുന്നു, നമ്മൾ പാസ്ചറൈസേഷൻ ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ സൈക്കോട്രോപ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വളരാനുള്ള ചാൻസസ് വെരി ഹൈ. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റോറേജ് ടൈം നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ, റുട്ടീൻ ആയിട്ടുള്ള മൈക്രോബിയൽ ടെസ്റ്റിംഗ് നടത്തുക. പിന്നെ സൈക്കോട്രോപ്സിന്റെ എമൗണ്ട് എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അങ്ങനെയും നമുക്ക് എന്താണ് ഈ സൈക്കോട്രോപ്സിന്റെ നമ്പർ മോണിറ്റർ ചെയ്ത് അതിനെ കുറച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് മെത്തേഡ്സ്? റാപ്പിഡ് കൂളിംഗ് ഓഫ് മിൽക്ക്, മെയിൻറ്റെയിൻ കോൾഡ് ചെയിൻ, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്, പ്രോപ്പർ പാസ്ചറൈസേഷൻ, regular cleaning of dairy equipments, reduce storage time, monitor and quality. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ റോ മിൽക്കിന്റെ എന്താണ് കളക്ഷൻ അല്ലെങ്കിൽ റോ മിൽക്കിൽ കളക്ഷന്റെ ടൈമിലോ ട്രാൻസ്പോർട്ടിന്റെ ടൈമിലോ ഒക്കെ ഉണ്ടാവുന്ന മൈക്രോബിയൽ കണ്ടാമിനേഷനെ പറ്റി പറഞ്ഞു. നോർമലി മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. പാത്തോജൻസ് ഏതൊക്കെയുണ്ടെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെയൊക്കെ കൺട്രോൾ മെത്തേഡ്സ് പല മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് സൈക്കോട്രോപ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.